ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ഉച്ചപൂജ കളഭാലങ്കാരത്തെക്കുറിച്ച് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഒരു ഷോർട്സ് ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും കുറച്ച് വിശദമായി പറയാൻ വേണ്ടിയാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഗുരുവായൂരപ്പൻ്റെ ഇന്നത്തെ ഉച്ചപൂജ കളഭാലങ്കാരം ഭഗവാനെ വളരെ ഭംഗിയോടെയാണ് അണിയിച്ചൊരുക്കി നിർത്തിയിരുന്നത്. 4 കൈകളോട് കൂടിയ നാരായണ പ്രഭുവായിട്ടായിരുന്നു ഭഗവാൻ ഇന്ന് ശ്രീകോവിലിൽ വിളങ്ങിയിരുന്നത്. പാതാളാഞ്ജനശിലയിൽ കളഭവും ചന്ദനവും കൊണ്ട് ചാർത്തിയ ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ പുറകിലെ വലത് കൈയിൽ സുദർശന ചക്രവും പുറകിലെ ഇടത് കൈയിൽ പാഞ്ചന്യം എന്ന ശംഖും മുന്നിലെ വലത് കൈയിൽ താമരയും മുന്നിലെ ഇടത് കൈയിൽ തലകീഴായി കൗമോദകി എന്ന ഗദയും പിടിച്ചിരിക്കുകയായിരുന്നു ഭഗവാൻ. ഗുരുവായൂരിലെ വിഗ്രഹം കിഴക്കോട്ട് ദർശനം നൽകിയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം. വിഷ്ണു വിഗ്രഹങ്ങൾക്ക് പ്രധാനമായും 24 രൂപഭേദങ്ങളുണ്ട്. അവയിൽ 12 അതിപ്രധാനമാണ്. കാഴ്ചയിൽ ഈ 24 രൂപഭേദങ്ങളുള്ള പ്രതിഷ്ഠകളും ഒരുപോലെ നമുക്ക് തോന്നുമെങ്കിലും രൂപഭേദങ്ങളനുസരിച്ച് ശംഖ്, ചക്ര, ഗദ, പത്മങ്ങൾ കാണപ്പെടുന്ന കൈകൾക്ക് പലതരം വ്യത്യാസങ്ങളുണ്ടാവും. പുറകിലെ വലത് കൈയിൽ ചക്രം, പുറകിലെ ഇടത് കൈയിൽ ശംഖ്, മുന്നിലെ ഇടത് കൈയിൽ ഗദ, മുന്നിലെ വലത് കൈ താമര എന്നിങ്ങനെ കാണപ്പെടുന്ന വിഷ്ണു വിഗ്രഹ രൂപത്തിന് ജനാർദ്ദനൻ എന്നാണ് പേര്. ഗുരുവായൂരടക്കം കേരളത്തിലെ ഭൂരിപക്ഷം വൈഷ്ണവ ദേവാലയങ്ങളിലും ഈ രൂപത്തിലാണ് വിഗ്രഹമുള്ളത്. മഹാവിഷ്ണുവിൻ്റെ ഒരു രൂപഭേദമാണ് നമ്മുടെ ശ്രീ ഗുരുവായൂരപ്പൻ. ഭഗവാനെ 4 കൈകളോടുകൂടി ചതുർബാഹുവായി കാണാൻ സാധിച്ച എല്ലാ ഭക്തന്മാർക്കും ഭഗവാന്റെ അനുഗ്രഹം കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു.